ബ്രീ ആൻഡ് ജോണ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും സ്വിമ്മിംഗ് പൂളിൻ്റെ ഇൻചാർജ് വന്ന് പൂള് ക്ലോസ് ചെയ്യാൻ പോകുവാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങാനായി പോകുമ്പോഴാണ് ബ്രീയുടെ ഒരു റിങ് മിസ്സായ കാര്യം അവൾ നോട്ടീസ് ചെയ്യുന്നത്. അവളുടെ എൻഗേജ്മെൻറ്റ് റിങ്ങാണത്. അങ്ങനെ ആ പൂളിൽ ആ റിങ് കിടക്കുന്നത് അവർ കാണും. ബ്രീ ആകട്ടെ അത് എടുക്കാൻ വേണ്ടി പൂളിലേക്ക് ചാടുന്നു. പൂളിലെ വാട്ടർ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രില്ലുണ്ട്. ആ റിങ് ആകട്ടെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. കുറേ നേരമായിട്ടും ബ്രിയെ കാണാത്തതിനാൽ ജോണ പൂളിലേക്ക് എടുത്ത് ചാടുന്നു. റിങ് എടുക്കാനായി നോക്കിയപ്പോൾ ജോണയുടെ ഹെയർ ആ ഗ്രില്ലിൽ കുടുങ്ങി. എന്നാൽ ആ സമയം ആ പൂളിൻ്റെ ഇൻചാർജ് വന്ന് ആ പൂളിൽ ആരുമില്ല എന്ന് കരുതി ആ പൂള് ക്ലോസ് ചെയ്യുന്നു. ഹെയർ അഴിച്ചപ്പോഴേക്കും പൂള് കവറായിട്ടുണ്ടായിരുന്നു. അവരാകട്ടെ രക്ഷപ്പെടാൻ ഓരോ വഴികളും നോക്കുകയാണ്. ആ സമയം അവിടേക്ക് പൂൾ ക്ലീൻ ചെയ്യാൻ ഒരു ലേഡി വരുന്നു. അവരാകട്ടെ അവിടെ വരുമ്പോൾ ബ്രിയുടെ ബാഗ് അവിടെ ഇരിക്കുന്നത് കാണും. അതിൽ നിന്നും ക്യാഷ് മോഷ്ടിച്ച് കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരെ പൂളിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് ആ സ്ത്രീ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ സ്ത്രീ ആകട്ടെ അവരോട് പറയുന്നു, നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ കാർഡിൻ്റെ പിൻ നമ്പർ പറഞ്ഞു തരണമെന്ന്. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അവരത് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ആ സ്ത്രീ അപ്പോഴും അവരെ രക്ഷിക്കുന്നില്ല. ജോണയാകട്ടെ ദേഷ്യം വന്ന് ഒരു പ്ലാസ്റ്റിക് കഷ്ണം വെച്ച് അവർക്കിട്ടൊരു കുത്തു കൊടുക്കുന്നു. അവൾ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഒത്തിരി ദേഷ്യം വരികയും ആ സ്വിമ്മിംഗ് പൂളിൽ ക്ലോറിൻ മിക്സ് ചെയ്യുകയും ചെയ്യാണ്. എന്നിട്ട് ആ സ്ത്രീ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം വേറെ ഒരു വഴിയും ഇല്ല എന്ന് മനസ്സിലാക്കി അവരാകട്ടെ ആ ഗ്രില്ല് ഇളക്കി മാറ്റാൻ നോക്കുന്നു. ആ സമയം ബ്രീ അൺകോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോനയാകട്ടെ ആ ഗ്രില്ല് പൊട്ടിച്ച് അതുപയോഗിച്ച് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ കവറ് പൊട്ടിക്കുന്നു. അതിനുശേഷം തൻ്റെ സഹോദരിയെ രക്ഷപ്പെടുത്തുന്നു.